റോമാലേഖനം 8-ാം അധ്യായം 2-ാം വാക്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നോക്കൂ, വിമാനത്തിൽ ഒരു വ്യക്തി യാത്ര ചെയ്യുകയാണ്. ഭൂഗുരുത്വാകർഷണ ബലം ഈ വ്യക്തിക്ക് ഒരു ദോഷവും ചെയ്യുന്നില്ല. എന്താ കാരണം? വിമാനം തന്നെ ഇപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലത്തേക്കാളും വലിയ മറ്റൊരു നിയമത്താൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് വിമാനം പോകുന്നതനുസരിച്ച് ഈ വിശ്വാസിയും പോവുകയാണ്. അതായത് ക്രിസ്തു യേശു എന്ന വിമാനത്തിനുള്ളിൽ കയറിയവർക്ക് മാത്രമേ ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം കൊണ്ടുള്ള പ്രയോജനം കിട്ടൂ. അല്ലാത്തവർക്ക് സാധ്യമല്ല. വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിലാണ് നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. വിശുദ്ധ ജീവിതം ഒരു നിസാര കാര്യമല്ല. വിശുദ്ധ ജീവിതം എന്നുള്ളത് ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫാണ്. സാധാരണ നമ്മുടെ ജഡത്തിന് തെറ്റ് ചെയ്യാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. എന്നാൽ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ ലൈഫ് ലഭിക്കണമെങ്കിൽ ഈ നാച്ചുറൽ മീൻസ് കൊണ്ട് സാധ്യമല്ല. സൂപ്പർ നാച്ചുറൽ ലൈഫ് നമുക്ക് ലഭിക്കണമെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ വേണം. അതാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം കൂടാതെ ഒരു വ്യക്തിക്കും ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. ലോകത്തിൽ അനേകർ അവരുടെ ചുറ്റുപാടും കാണുന്ന ചില വസ്തുക്കളൊക്കെ, ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കാം എന്ന് വ്യാമോഹിക്കാറുണ്ട്. ഒരിക്കലും നടക്കുകയില്ല. സൂപ്പർ നാച്ചുറൽ ലൈഫിന് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമുക്ക് എപ്പോഴൊരു ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ പാപത്തിൻ്റെ പ്രമാണത്തിന് അടിമയല്ല, മരണത്തിൻ്റെ പ്രമാണത്തിന് അടിമയല്ല. ഞാനിപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാണ്. പക്ഷെ എല്ലാ വിശ്വാസികളിലും ഈ ബോധ്യമില്ല. എല്ലാവർക്കും ഈ തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. ഇതെല്ലാം വ്യക്തമായി ബൈബിളിൽ ഉള്ളതാണ് എങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ കഴിഞ്ഞിട്ടില്ല. ഒരു കൊച്ചു കഥ പറയാം. ഒരു മനുഷ്യൻ കാട്ടിലേക്ക് പോയി വേട്ടയാടാനോ മറ്റോ. അപ്പോൾ ഒരു കഴുകൻ കുഞ്ഞിനെ കിട്ടി. കഴുകൻ കുഞ്ഞിനെ ഇദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ കോഴി വളർത്തുന്ന ഒരു ഫാമുണ്ട്, കുറേ കോഴിക്കുട്ടികളുണ്ട്. ഈ കഴുകൻ കുഞ്ഞിനെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇട്ട് വളർത്താൻ തുടങ്ങി. കോഴിക്കുഞ്ഞുങ്ങളുടെ അതേ ജീവിതശൈലി ഈ കഴുകൻ കുഞ്ഞും പഠിച്ചു. ചിക്കി ചെകയും അങ്ങനെയാണ്. മറ്റൊന്നും അറിയില്ല കഴുകൻ കുഞ്ഞിന്. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു പക്ഷിശാസ്ത്രജ്ഞൻ ആ ഫാമിലേക്ക് വന്നു. അപ്പോഴിതാ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കഴുകൻ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ ചികയുന്നത് പോലെ ചികഞ്ഞ് അങ്ങ് പോവുകയാണ്. ഈ കഴുകൻ കുഞ്ഞിനെ പക്ഷിശാസ്ത്രജ്ഞൻ പിടിച്ചു. പറഞ്ഞു, നീ കോഴിക്കുഞ്ഞല്ല, നീ കഴുകൻ കുഞ്ഞാണ്. നിനക്ക് പറക്കാൻ സാധിക്കും. പക്ഷേ കഴുകൻ കുഞ്ഞിനെ അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്ര നാൾ പരിചയിച്ചത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇദ്ദേഹം ഈ കഴുകൻ കുഞ്ഞിനെ ഒരു മതിലിൻ്റെ മീതെ വെച്ചു. പക്ഷേ പേടിച്ചിട്ട് വീണ്ടും കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ ഈ കഴുകൻ കുഞ്ഞ് ചാടി. ഇദ്ദേഹം വീണ്ടും ഈ കഴുകൻ കുഞ്ഞിനെ വലിയൊരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ കഴുകൻ കുഞ്ഞിനെ ഉയരത്തിലേക്ക് എറിഞ്ഞു. അത് വളരെ പേടി അതിന് തോന്നിയെങ്കിലും ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങി. അപ്പോഴാണ് കഴുകൻ കുഞ്ഞിനൊരു കാര്യം ബോധ്യമായത്. ഞാൻ ഇനി മണ്ണിൽ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ കോഴിക്കുഞ്ഞല്ല, ഞാൻ കഴുകൻ കുഞ്ഞാണ്. ആകാശങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പറന്നു പോകാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അനേകർക്ക് ഈ സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചർച്ചിൽ പോകുന്നുണ്ടാകും, വീണ്ടും പാപത്തിനടിമായി ജീവിക്കുന്നു, കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ചികയുന്നു. ഈ ബോധ്യം ഉണ്ടായിരിക്കണം, എന്നെ ക്രിസ്തു സമ്പൂർണ്ണമായി വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. എനിക്കൊരു വിശുദ്ധ ജീവിതം സാധ്യമാണ്. എനിക്കിനി പാപത്തിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, അതിൻ്റെ അടിമത്തത്തിൽ കിടക്കേണ്ട കാര്യമില്ല. എനിക്കെപ്പോഴും ഉയരത്തിൽ പറക്കാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ളൊരു സംവിധാനമാണ് ദൈവം എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരു കാർ ഒരിക്കലും സ്വപ്നം കാണുകയില്ല എനിക്ക് പറക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഒരു വിമാനത്തെ സംബന്ധിച്ച് പറക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്താ കാരണം? അതിനെ നിർമ്മിച്ചിരിക്കുന്നത് ആ രീതിയിലാണ്. ഇതുപോലെ തന്നെ ദൈവം നമ്മോട് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കണം,
പാപത്തിലേക്ക് പോകരുത് എന്നൊക്കെ ചില കൽപ്പനകൾ തന്ന് ദൈവം മാറി നിൽക്കുന്നില്ല. അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്ക രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്. കാറായിരുന്നു നമ്മെ എയറോപ്ലെയിനാക്കി മാറ്റുകയാണ്. അതിനാണ് ജീവൻ്റെ പ്രമാണം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉയരങ്ങളിലേക്ക് പറക്കാൻ സാധിക്കും. ഇനി ഒരു വ്യക്തി പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവന് പിന്നെ കോപിക്കേണ്ടി വരികയില്ല, ജഡികാസക്തികളില്ല, സ്വാർത്ഥതയില്ല, കപടഭക്തിയില്ല, കപട ശുശ്രൂഷയില്ല, വ്യാജ പ്രവചനങ്ങളില്ല, സ്വകാര്യ ലക്ഷ്യങ്ങളില്ല. ഇതിൽ നിന്നെല്ലാം അവന് മോചനം കിട്ടും. എപ്പോൾ? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ അവനങ്ങ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ. ഇങ്ങനെ വിജയകരമായൊരു വിശുദ്ധ ജീവിതം നമുക്ക് ലഭ്യമായാലും നമുക്കതിൽ ക്രെഡിറ്റില്ല. കാരണം ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്കുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലൊരു വാനമ്പാടി വളരെ മനോഹരമായി പാട്ടുപാടി ഉയരങ്ങളിലേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാനമ്പാടിക്ക് വലിയ അഭിമാനം തോന്നി. എത്ര മനോഹരമായ ശബ്ദം, എത്ര ഉയരത്തിൽ എനിക്ക് പറക്കാൻ സാധിക്കും. അതങ്ങനെ പറന്നു പോകുമ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ ഒട്ടും ഭംഗിയില്ലാത്തൊരു തവള അതിങ്ങനെ ചാടി പോവുകയാണ്. ഈ വാനമ്പാടിക്ക് വല്ലാത്ത പരിഹാസം തോന്നി, പുച്ഛം തോന്നി. ഹേ തവളെ, നീ എന്താണ് ഇങ്ങനെ ചാടി നടക്കുന്നത്? എന്നെ നോക്കൂ, ഞാൻ എത്ര ഉയരങ്ങളിലാണ് പറക്കുന്നത്. അപ്പോൾ ഈ തവള സംസാരിക്കാൻ വേണ്ടി വായി തുറന്നു. പേക്രോം പേക്രോം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ വാനമ്പാടി പറഞ്ഞു, അയ്യോ നിന്റെ ശബ്ദം എനിക്ക് കേട്ടുകൂടാ, എത്ര അരോചകത്വമുള്ള ശബ്ദമാണിത്, പ്ലീസ് നിന്റെ വായ അടയ്ക്കൂ. അപ്പോൾ ഈ തവള പറഞ്ഞു, നിനക്ക് ഈ മനോഹരമായ ശബ്ദവും ഉയരത്തിലേക്ക് പറക്കാനുള്ള കഴിവും നിനക്കെങ്ങനെയാണ് കിട്ടിയത്? നിനക്ക് സ്വയമായിട്ട് ഇത് കിട്ടിയതല്ല. നിന്നെ ദൈവം ആ രീതിയിൽ സൃഷ്ടിച്ചു. പറക്കുവാൻ തക്ക രീതിയിൽ നിൻ്റെ ദൈവം നിനക്കൊരു ശരീരഘടന തന്നു. മനോഹരമായ ശബ്ദവും നിൻ്റെ ദൈവം നിനക്ക് തന്നു. എന്നെ ദൈവം ഈ ഘടനയിലാണ് സൃഷ്ടിച്ചത്. ഇത് കേട്ടപ്പോൾ വാനമ്പാടിക്ക് വലിയ ലജ്ജ തോന്നി. ഞാൻ ചെയ്ത് തെറ്റാണെന്ന് തോന്നി. കാരണം എനിക്കിതെല്ലാം ദാനമായിട്ടല്ല ദൈവം തന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ജീവൻ്റെ പ്രമാണത്തിൽ നാം വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ പലരും ഇപ്പോഴും പാപത്തിൻ്റെ പ്രമാണത്തിലും മരണത്തിൻ്റെ പ്രമാണത്തിലാണ് കിടക്കുന്നത്. നമുക്കവരോട് പുച്ഛം തോന്നണ്ട. ഒത്തിരി വ്യാജപ്രവചനങ്ങളും തട്ടിപ്പും സൂത്രവും പലതും പല മേഖലകളിലും കണ്ടു എന്ന് വരാം. പക്ഷേ പരിഭ്രമിക്കരുത്. അവരെക്കാൾ ഞാൻ എന്തോ വലിയവനാണെന്നുള്ള അഹങ്കാര ചിന്തയും വരരുത്. എന്താ കാരണം? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ദൈവം എന്നിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ് ഈ വിശുദ്ധിയിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഞാനും പാപത്തിൻ്റെ പ്രമാണത്താൽ മരണത്തിൻ്റെ പ്രമാണത്താൽ സ്വാധീനിക്കപ്പെട്ടു പോയേനെ. അതുകൊണ്ട് ഇതിലെനിക്കൊരു ക്രെഡിറ്റും ഇല്ല. എല്ലാ മഹത്വവും കർത്താവിനാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൻ്റെ പ്രത്യേകത എന്താണ്? എത്ര വിശുദ്ധിയിൽ ജീവിച്ചാലും നമ്മൾ എളിമയുള്ളവരായിരിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ അതാണ്: സൗമ്യത, താഴ്മ. അല്ലാതെ എനിക്ക് വലിയ വിശുദ്ധ ജീവിതം കൈവരിക്കാൻ സാധിച്ചു, മറ്റുള്ളവർക്ക് പാപത്തിലാണ് കിടക്കുന്നത്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ കുടുങ്ങിയവരെ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, അങ്ങനെ കുറ്റം വിധിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് കൂടുതൽ എളിമയും താഴ്മയുമാണ് ജീവൻ്റെ പ്രമാണം തരിക. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോൺ വെസ്ലി മാർട്ടിൻ ലൂതർ എഴുതിയ റോമാലേഖന പഠനത്തിൻ്റെ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ മറ്റൊരാൾ വായിക്കുന്നത് കേട്ടു. മാർട്ടിൻ ലൂതർ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ കത്തോലിക്ക സഭയിൽ നിന്ന് അദ്ദേഹം പുറത്തു കടന്നു. പിന്നെ ധാരാളം പേരും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് കടന്നു. പ്രവർത്തികളാലാണ് രക്ഷ എന്ന് വിശ്വസിച്ചിരുന്ന കത്തോലിക്ക സഭയിൽ നിന്ന് യഥാർത്ഥ സത്യം മനസ്സിലാക്കി മാർട്ടിൻ ലൂതർ വന്നു. അപ്പോൾ റോമാലേഖനത്തെ ആസ്പദമാക്കി മാർട്ടിൻ ലൂതർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വിശ്വാസത്താലുള്ള നീതീകരണം, അതാണ് വിഷയം. കർമ്മങ്ങൾ കൊണ്ടല്ല, പ്രവൃത്തികൾ കൊണ്ടല്ല. ജോൺ വെസ്ലി മാർട്ടിൻ ലൂതറിന് ശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം വന്ന ദൈവദാസനാണ്. അദ്ദേഹം ഒരു ശുശ്രൂഷകൻ തന്നെയാണ്. പക്ഷേ തൻ്റെ ശുശ്രൂഷയിൽ 13 വർഷം പിന്നിട്ടതിന് ശേഷം ഒരിക്കൽ മാർട്ടിൻ ലൂതർ എഴുതിയ പുസ്തകം ആരോ ഒരാൾ വായിക്കുന്നത് താൻ കേട്ടു. അപ്പോൾ തനിക്ക് വലിയ പ്രത്യാശ ഉണ്ടായി. കാരണം എൻ്റെ കർമ്മങ്ങൾ കൊണ്ടല്ല, എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല,
ക്രിസ്തു യേശു എന്നെ നീതീകരിച്ചിരിക്കുന്നു, എനിക്ക് ശിക്ഷാവിധിയില്ല, ഞാൻ ഈ നിമിഷം മരിച്ചാൽ സ്വർഗത്തിലേക്കാവും പോവുക, ഞാൻ ഇനി ലവലേശം പോലും പാപത്തിൻ്റെ പ്രമാണത്തിനോ മരണത്തിൻ്റെ പ്രമാണത്തിനോ അധീനനല്ല, ഞാൻ ഇനി എപ്പോഴും ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് അധീനനാണ്. അദ്ദേഹം ആ സത്യം ഗ്രഹിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചു. തുടർന്ന് ഏകദേശം 53 വർഷത്തോളം കാലം ഇദ്ദേഹം ശക്തമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ച വ്യക്തിയാണ് ഈ ജോൺ വെസ്ലി. അതായത് ചില സത്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം, അല്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ കഴുകൻ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ കിടക്കുന്നത് പോലെയാകും. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അതായത് ജീവൻ്റെ ആത്മാവ് ചെയ്യുന്നത് നമ്മളെ സ്വാതന്ത്ര്യം വരുത്തുകയാണ്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആത്മാവ് എന്താണ് ചെയ്യുന്നത്? സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ്. കർത്താവ് പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇപ്പോൾ ജീവൻ്റെ ആത്മാവ് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പണ്ട് നാം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരിക്കലും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാൻ നമുക്ക് കെൽപ്പില്ലായിരുന്നു, നാം തടവറയിലായിരുന്നു. എന്നാൽ നമ്മെ സ്വതന്ത്രരാക്കി. എന്തിനു വേണ്ടി? ദൈവം ഇനി എന്താണോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യുവാനായിട്ട് നമ്മെ തുറന്നു വിട്ടിരിക്കുകയാണ്. ദൈവം നമ്മെക്കുറിച്ച് പദ്ധതിയിട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുവാനായി നമ്മെ തുറന്നു വിട്ടിരിക്കുകയാണ്. ആരും നമ്മുടെ കൈ പിടിക്കുകയില്ല. ദൈവം എന്താണോ നാം ആകേണ്ടത് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കാകാൻ സാധിക്കും. കാരണം ആരും നമ്മളെ ബന്ധിക്കുന്നില്ല. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിടിയിലായിരുന്നപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്കില്ല. അതുകൊണ്ട് ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇപ്രകാരം പറയാൻ സാധ്യമല്ല, എൻ്റെ ഭാര്യ ആത്മീയ അല്ല, അതുകൊണ്ട് എൻ്റെ അവസ്ഥ എന്തായി? ഞാൻ പോകുന്ന സഭയും ആത്മീയമായിട്ട് അത്ര ഉയർന്ന നിലവാരമുള്ളതല്ല, അതുകൊണ്ട് എൻ്റെ അവസ്ഥ എന്തായി? പ്രിയമുള്ളവരെ, നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തുമെന്നല്ല, വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലെ ഒരു സാഹചര്യത്തിനും ഭാര്യയ്ക്കും ഭർത്താവിനോ മക്കൾക്കോ സഭയിലെ വ്യക്തികൾക്കോ അവിശ്വാസികൾക്കോ ആർക്കും തന്നെ ജീവൻ്റെ ആത്മാവിനാൽ പ്രാപിച്ച ഈ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്താൻ സാധ്യമല്ല. സാധ്യമാണോ? ഇതാണ് കർത്താവ് പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ ആരാണ്? സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇനി ഏത് ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കും? സാധിക്കില്ല. ദൈവം നമ്മളെ തുറന്നു വിട്ടിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരെന്നെ വിടുവിക്കും? യേശുക്രിസ്തു. നമ്മളെ കർത്താവ് വിടുവിച്ചോ? തീർച്ചയായിട്ടും എന്നെ കർത്താവ് വിടുവിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഞാനിപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താലാണ് സ്വാധീനിക്കപ്പെടുന്നത് എന്ന ബോധ്യമുള്ളവർ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പാപത്തിൻ്റെ പ്രമാണത്തിനോ മരണത്തിൻ്റെ പ്രമാണത്തിനോ എന്നെ അടിമയാക്കാൻ സാധ്യമല്ല. ആ ഉറപ്പുള്ളവർക്ക് വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. പണ്ട് ജെറോം ചിന്തിച്ചു, ഈ പാപത്തിനെ കീഴടക്കണമെങ്കിൽ, മരണത്തിൻ്റെ പ്രമാണത്തെ കീഴടക്കണമെങ്കിൽ ഈ ജനസമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മരുഭൂമിയിലേക്ക് പോകണം. അവിടെ പോയപ്പോഴും പണ്ടത്തെ അതേ ചിന്തകൾ വേട്ടയാടുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് സത്യം അറിയാം, പുറമേയല്ല ഈ പാപത്തിൻ്റെ പ്രമാണം മരണത്തിൻ്റെ പ്രമാണം ഒരു വ്യക്തിയുടെ അകത്താണ്. ഇതേപോലെ തന്നെ ഒരുവന് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അവൻ്റെ അകത്ത് അതിശ്രേഷ്ഠമായ ഒരു പ്രമാണം സ്ഥാപിക്കുകയാണ്. ദൈവമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പാപത്തിൻ്റെ പ്രമാണം മരണത്തിൻ്റെ പ്രമാണം, ഈ രണ്ട് പ്രമാണങ്ങൾ വളരെ ദുർബലമാണ്. ഏത് പ്രമാണത്തിൻ്റെ മുമ്പാകെ? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് മുമ്പാകെ ഈ പാപത്തിൻ്റെ പ്രമാണവും അതുപോലെ തന്നെ മരണത്തിൻ്റെ പ്രമാണവും വളരെ ബലഹീനമാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഉയരത്തിലേക്ക് കുതിക്കുന്ന ഒരു വിശ്വാസിയോട് നീ മദ്യപിക്കണമെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുകയില്ല. കാരണം ഇത് പറയുന്ന ആ പ്രമാണങ്ങൾ അവനെ സംബന്ധിച്ച് വളരെ ബലഹീനമാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു വിശ്വാസിയോട് നീ നുണ പറയണമെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുകയില്ല. കാരണം ഇത് ചെയ്യണമെന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണവുമാണ്.
അവനെ സംബന്ധിച്ച്, വിശ്വാസിയെ സംബന്ധിച്ച് ഇവയൊക്കെ നിർജീവങ്ങളായി പോയിരിക്കുകയാണ്. കാരണം നമ്മൾ വായിച്ചു, ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ചില വിശ്വാസികൾക്ക് അവരുടെ ജീവിതം കണ്ടാൽ ഇതൊന്നും എനിക്ക് ബാധകമല്ല, എന്ത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, ഞാൻ ഇങ്ങനെ ശേഷം മനുഷ്യരെ പോലെ അങ്ങ് ജീവിക്കുക. ഈ അതിശ്രേഷ്ഠമായ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടോ തിരിച്ചറിവോ ഇല്ല. അതുകൊണ്ട് ശേഷം മനുഷ്യരെ പോലെ അങ്ങ് ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമ്മുടെ മൊത്തം അഭിരുചികൾക്ക്, താല്പര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞല്ലോ. നമ്മളെ വെള്ളത്തിൽ പിടിച്ചിട്ടാൽ നമ്മുടെ അവസ്ഥ എന്താകും? ഒരു മീനിനെ വെള്ളത്തിൽ പിടിച്ചിട്ടാൽ അതിൻ്റെ അവസ്ഥ എന്താകും? നമ്മളെ വെള്ളത്തിൽ പിടിച്ചിട്ടാൽ ഒരുപക്ഷെ അല്പസമയങ്ങൾ നീന്തി നമുക്ക് ജീവൻ നിലനിർത്താൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ മീനിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. മീനിനെ സംബന്ധിച്ച് വെള്ളത്തിൽ ജീവിക്കുവാൻ പറ്റിയ ഒരു ശരീരഘടനയാണുള്ളത്. അതുകൊണ്ട് എത്ര മണിക്കൂറുകൾ വെള്ളത്തിൽ നീന്തിയാലും മീനിനൊരു പ്രശ്നവുമില്ല. അതിന് വെള്ളം എന്നുള്ളത് അതിന് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല അന്തരീക്ഷമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല, വെള്ളത്തിൽ ജീവിക്കാൻ അവന് പറ്റില്ല. പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തുകയാണ്. ഒരു മീൻ വെള്ളത്തിൽ നീന്തി ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ജീവിക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെയാണ്. ഇതുപോലെ ഒരു വിശ്വാസി വിശുദ്ധ ജീവിതം നയിക്കുന്നത് യാതൊരു സമ്മർദ്ദവും ടെൻഷനും കൂടാതെയാണ്. എന്താ കാരണം? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം ഇവൻ്റെ മൊത്തം മനോഭാവത്തിനും താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വ്യത്യാസം വരുത്തി. ഇപ്പോൾ അവനെ സംബന്ധിച്ച് ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കുന്നത് അതാണ് സുഖം, അതാണ് പരമാനന്ദം. പണ്ട് പാപത്തിൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണവും വ്യക്തികളെ നശിപ്പിച്ചു. പാപത്തിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം രക്ഷിക്കപ്പെടാത്തവരോട് എന്താണ് പറയുന്നത്? ഉദാഹരണം പറയുകയാണ്. പാപത്തിൻ്റെ പ്രമാണം രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോട് പറയുന്നു, നീ മദ്യപിക്കണം. അപ്പം മദ്യപിക്കാനുള്ള സാഹചര്യങ്ങളില്ല, പൈസയില്ല മദ്യം വാങ്ങാനായിട്ട്, മദ്യപിച്ചേ പറ്റൂ. ഹേ മനുഷ്യ, എത്രയും പെട്ടെന്ന് മദ്യപിക്കൂ. പക്ഷേ എന്തില്ല? പൈസയില്ല. അപ്പോൾ വലിയ സംഘർഷം. മദ്യപിക്കണമെന്നുകൊണ്ട് ഭയങ്കര നിരാശ, പൈസയില്ല. എങ്ങനെയോ പൈസ കിട്ടി. അപ്പോൾ പാപത്തിൻ്റെ പ്രമാണം പറഞ്ഞു, ഇനി വൈകരുത്, മദ്യപിച്ചോളൂ. പൈസ കിട്ടിയില്ലേ? അങ്ങനെ പാപത്തിൻ്റെ പ്രമാണം പറഞ്ഞ കൽപ്പന അനുസരിച്ച് ഇവൻ മദ്യപിച്ചു, വേണ്ടോളം മദ്യപിച്ചു. പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞിട്ടും ഇവനൊരു സന്തോഷവുമില്ല. ഇവന് കുറ്റബോധം വേട്ടയാടാൻ തുടങ്ങി. ഞാനൊരു മോശം മനുഷ്യനാണ്, എന്നെ മറ്റുള്ളവർ ഏത് രീതിയിലാണ് കാണുക, എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ലല്ലോ. അവൻ സ്വയം ശപിക്കാൻ തുടങ്ങി. ഇതാണ് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണം സാധാരണക്കാരിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയും ഈ രണ്ട് പ്രമാണം, ഇവരെന്ന് പറയും രണ്ട് പ്രമാണങ്ങളാണ്. പാപത്തിൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണവും പറയും, ഇന്ന പാപങ്ങൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സന്തോഷം നിങ്ങൾക്ക് കിട്ടുകയില്ല. അത് ഏതെങ്കിലും രീതിയിൽ ചെയ്യാനുള്ളൊരു ത്വര, ആഗ്രഹം വരും. ചെയ്തു കഴിഞ്ഞാലോ ഒട്ടും സന്തോഷവുമില്ല, നിരാശ, കുറ്റബോധം, അസ്വസ്ഥത. ഇങ്ങനെയാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം അതിൽ നിന്ന് സമ്പൂർണ്ണ വിമുക്തരാണ്. ഒന്നുകൂടി വായിക്കൂ, റോമാലേഖനം 8:2. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 10 വർഷം കഴിഞ്ഞാലല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ പ്രമാണം നമ്മിൽ പ്രവർത്തന നിരതമാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കൂട്ടത്തിൽ കിടക്കുന്ന കഴുകൻ കുഞ്ഞിൻ്റെ പോലെയായിരിക്കും നമ്മുടെ അവസ്ഥ. നമ്മൾ കോപിക്കും, നമുക്ക് ദേഷ്യം വരും. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. റോമർ 6:17 വാക്യം, 17-18 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം
16 മുതൽ 26 വരെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ലേ എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്തവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോടും മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. റോമലേഖനം 6:22 എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവത്തിന് ദാസന്മാരായിരിക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനും ആകുന്നു. റോമർക്കെഴുതിയ ലേഖനം 8:1-2 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. വെളിപാട് 3:5 അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റു പറയും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. റോമാലേഖനം 8:1-2 വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. രക്ഷിക്കപ്പെടാതിരുന്ന കാലത്ത് 2 പ്രമാണങ്ങളാണ് നമ്മളെ നിയന്ത്രിച്ചിരുന്നത്: പാപത്തിൻ്റെ പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം. മറ്റൊരു ചോയ്സ് നമുക്കില്ല. രക്ഷിക്കപ്പെടാതിരുന്ന കാലത്ത് തീർച്ചയായിട്ടും നമ്മൾ പാപം ചെയ്യും. കാരണം ഈ 2 നിയമങ്ങളാണ് നമ്മളെ അടക്കി ഭരിച്ചിരുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ ഒരു കാലത്ത് പാപത്തിൻ്റെ പ്രമാണം വ്യാപരിച്ചിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയും, വാസ്തവമായും വീണ്ടും ജനനം പ്രാപിച്ച ഓരോ വിശ്വാസിയും ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ്. പാപത്തിൻ്റെ പ്രമാണത്തെക്കാളും മരണത്തിൻ്റെ പ്രമാണത്തെക്കാളും അതിശക്തമാണ് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ മാത്രമേ പാപത്തിൻ്റെ പ്രമാണത്തെയും മരണത്തിൻ്റെ പ്രമാണത്തെയും ഒരു വ്യക്തിക്ക് കീഴടക്കുവാൻ സാധിക്കൂ. ഇപ്പോൾ നാം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് വിധേയരാണ് എന്നുള്ളതിന് തെളിവെന്താണ്? നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളാണ് ഞാൻ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിന് അധീനനാണ് എന്ന് തെളിയിക്കുന്നത്. ഒരു വിശ്വാസി പാപത്തിൽ ജീവിക്കുമ്പോൾ അവനൊരിക്കലും അവകാശപ്പെടാൻ സാധ്യമല്ല ഞാൻ ജീവൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാണ് എന്നുള്ളത്. കേവല അവകാശവാദമല്ല, ഞാൻ ജീവൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിന് പ്രാക്ടിക്കൽ എവിഡൻസ് എന്താണ്? ഓരോ ദിവസത്തെ എൻ്റെ സംസാരം, ഞാൻ ക്ഷമിക്കുന്ന വിധം, എൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ, എൻ്റെ കുടുംബകാര്യങ്ങളിൽ, രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ എൻ്റെ ജീവിതം എപ്രകാരമുള്ളതാണ്? അതാണ് ഞാൻ ജീവൻ്റെ ആത്മാവിനാൽ വാസ്തവത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയാണോ എന്നുള്ളതിൻ്റെ തെളിവ്. ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ നാം പല കാര്യങ്ങൾ ചെയ്തു, പല കാര്യങ്ങൾ സംസാരിച്ചു. നാം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്തിലാണ് അക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു കൊച്ചു പാപം പോലും ചെയ്യുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ പ്രമാണവും മരണത്തിൻ്റെ പ്രമാണവും വീണ്ടും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പാപം ചെയ്തിരിക്കും, നുണ പറഞ്ഞിരിക്കും, വേണ്ടാത്ത കാര്യങ്ങൾ നോക്കിയിരിക്കും, വേണ്ടാത്ത ലക്ഷ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അതൊരു പരാജയപ്പെട്ട ജീവിതമാണ്. റോമാലേഖനം 8:2 ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക്
പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 8-ന്റെ 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. ഈ വാക്യത്തിൻ്റെ ആരംഭം എങ്ങനെയാണ്? ജഡത്താലുള്ള ബലഹീനത. ജഡത്താലുള്ള ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മനുഷ്യർക്കും ഒരു ശരീരമുണ്ട്. ദൈവം തന്നെയാണ് ഈ ശരീരം മനുഷ്യന് കൊടുത്തത്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാലിക്കുന്ന കാര്യത്തിൽ സകല മനുഷ്യരുടെയും ജഡം ബലഹീനമാണ്. ഇസ്രായേൽ മക്കൾക്ക് അതിവിശുദ്ധമായ പ്രമാണം മോശ വഴി ദൈവം നൽകി. ന്യായപ്രമാണം ഏറ്റവും ഉദാത്തമായിരുന്നു. പക്ഷേ അത് സ്വീകരിച്ച വ്യക്തികളുടെ ശരീരം ബലഹീനമായിരുന്നു. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ ഇത് ബലഹീനവും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരെ മത്സരിക്കുവാൻ ഈ ശരീരം ശക്തവുമാണ്. പണ്ട് ഇതെഴുതിയ ഈ പൗലോസ് അപ്പോസ്തലൻ യഹൂദനായിരുന്നു. ന്യായപ്രമാണം തൻ്റെ ശരീരത്തിൻ്റെ ബലത്തിൽ ആശ്രയിച്ച് തികഞ്ഞവനാകാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സാധിച്ചില്ല. തനിക്കൊരു കാര്യം ബോധ്യമായി, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതാണ് രക്ഷിക്കപ്പെടാത്ത എല്ലാ മനുഷ്യൻ്റെ അവസ്ഥ. അവന് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ചട്ടങ്ങൾ പാലിക്കണമെന്ന് ആഗ്രഹം വന്നാലും, നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹം വന്നാലും, അവൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം അവനൊരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല. റോമാലേഖനം 7:18. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. റോമാലേഖനം 7:22-23 വരെ. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എല്ലാ മനുഷ്യരുടെ അവയവങ്ങളിലും പാപത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. പാപത്തിൻ്റെ പ്രമാണം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ന്യായപ്രമാണം ശരീരങ്ങൾക്ക് പാലിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അതിശ്രേഷ്ഠമായ പ്രമാണം കിട്ടിയെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം അത് പാലിക്കാൻ പറ്റിയില്ല. പിന്നെയോ അവർ ന്യായപ്രമാണത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് അവർ കൽപ്പനാലംഘികളായി. അവരുടെ ശരീരം മരുഭൂമിയിൽ വീണു. അവർക്ക് ദൈവപ്രസാദം ലഭിക്കുവാൻ ഇടയായില്ല. ദൈവക്രോധത്തിൻ്റെ ഇരകളായി അവർ മാറി. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും? അതാണ് 1-ാം വാക്യം. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. സ്വാഭാവിക മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ പ്രമാണത്തോട് മത്സരിക്കുന്നവരാണ്. ആദാമിൽ നിന്ന് കിട്ടിയതാണ് ആ സ്വഭാവം. ദൈവത്തിൻ്റെ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു, ആദാം ലംഘിച്ചു. തുടർന്ന് ആദാമിലൂടെ പുറത്തു വന്ന സകല മനുഷ്യ രാശിയും ദൈവത്തിൻ്റെ പ്രമാണം അനുസരിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയല്ല, മത്സരിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഇതിൽ നിന്ന് മോചനം എപ്പോഴാണ് ലഭിക്കുക? വീണ്ടും ജനിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. അപ്പോൾ അവൻ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരുവനായി മാറുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാലിക്കുവാൻ, ദൈവത്തിൻ്റെ സകല വചനങ്ങളും പാലിക്കുവാൻ ഉള്ളിലൊരു ആഗ്രഹവും ആ ആഗ്രഹം പ്രാവർത്തികമാക്കുവാൻ പരിശുദ്ധാത്മാവ് തന്നെ ശക്തിയും സാഹചര്യങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതാണ് ക്രിസ്തീയ ജീവിതം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം. ജഡത്താലുള്ള ബലഹീനത എന്താണെന്ന് മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യർക്കും സ്വതവേ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനല്ല, മത്സരിക്കാനുള്ള താല്പര്യമാണുള്ളത്. അതാണ് ജഡത്തിൻ്റെ ബലഹീനത. ഇനി പറയുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ.
ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ. ന്യായപ്രമാണത്തിന് എന്താണ് കഴിയാതിരുന്നത്? ന്യായപ്രമാണം നൽകിയത് ദൈവമാണ്. എന്തുദ്ദേശത്തിന് വേണ്ടി നൽകി? മനുഷ്യന് ഈ കൽപ്പനകൾ ദൈവം കൊടുത്തത് ഈ കൽപ്പനകൾ പാലിച്ച് മനുഷ്യൻ കുറ്റവിമുക്തനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ന്യായപ്രമാണം മനുഷ്യനെ നീതീകരിച്ചില്ല. ന്യായപ്രമാണം മനുഷ്യന് പാപമേതാണെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ പാപത്തെ അതിജീവിക്കാനുള്ള ശക്തി ന്യായപ്രമാണം നൽകിയില്ല. 1-ാം വാക്യത്തിൽ നാം വായിച്ചത് റോമാലേഖനം 8:1, അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ന്യായപ്രമാണത്തിന് മനുഷ്യൻ്റെ മേലുള്ള ശിക്ഷാവിധി നീക്കിക്കളയാൻ സാധിച്ചില്ല. 2-ാം വാക്യം ഇങ്ങനെയാണ്: ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെ പ്രമാണത്തെയും മരണത്തിൻ്റെ പ്രമാണത്തെയും അതിജീവിക്കുവാൻ യേശു ക്രിസ്തു മുഖാന്തരം ശക്തി തന്നു, ഞാൻ സ്വതന്ത്രനാണ്. അതായത് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധമായൊരു ജീവിതം, പാപത്തെ കീഴടക്കി വിശുദ്ധിയിൽ ജീവിക്കുന്നൊരു ജീവിതം സാധ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. പക്ഷേ ഈ രണ്ട് കാര്യവും ചെയ്യുന്നതിൽ ന്യായപ്രമാണം പരാജയപ്പെട്ടു. 1-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിലൂടെ നാം നീതീകരണം പ്രാപിക്കുകയാണ്. നാം കുറ്റവിമുക്തരായി, നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ദൈവം തന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തു നമ്മുടെ ശിക്ഷാവിധി മാറ്റി. പക്ഷേ ന്യായപ്രമാണത്തിന് മനുഷ്യൻ്റെ ശിക്ഷാവിധി മാറ്റുവാൻ ശക്തിയുണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. അങ്ങനെ പാപത്തെ അതിജീവിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ ന്യായപ്രമാണത്തിന് പാപത്തെ അതിജീവിക്കാനുള്ള ശക്തി യഹൂദന്മാർക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ രണ്ട് കാര്യത്തിൽ ന്യായപ്രമാണം പരാജയപ്പെട്ടു. മനുഷ്യനെ നീതീകരിക്കുന്ന കാര്യത്തിലും മനുഷ്യനെ വിശുദ്ധീകരിക്കുന്ന കാര്യത്തിലും ന്യായപ്രമാണം പരാജയപ്പെട്ടു. എന്നാൽ ന്യായപ്രമാണം പരാജയപ്പെട്ടിടത്ത് ക്രിസ്തു ഈ രണ്ട് കാര്യത്തിൽ വിജയിച്ചു. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് നീതീകരണവും ഉണ്ട്, വിശുദ്ധീകരണവും ഉണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ. ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന രണ്ട് കാര്യങ്ങളാണ്: ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യന് മോചനം കൊടുക്കുക അല്ലെങ്കിൽ നീതീകരണം എന്നുള്ള കാര്യം. 2, വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവനെ ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യം. ഇത് രണ്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. പിന്നെ ന്യായപ്രമാണത്തിന് എന്താണ് കഴിഞ്ഞത്? പാപത്തെക്കുറിച്ചൊരു ബോധ്യം നൽകുവാൻ ന്യായപ്രമാണത്തിന് സാധിച്ചു. പാപം ചെയ്യുന്ന വ്യക്തിയോട് നീ ഈ രീതിയിൽ ജീവിച്ചാൽ നിനക്ക് വലിയ ശിക്ഷാവിധി വരുന്നുണ്ട്, ആ കാര്യവും വ്യക്തമാക്കി കൊടുക്കുവാൻ ന്യായപ്രമാണത്തിന് സാധിച്ചു. അല്ലാതെ ന്യായപ്രമാണം ഒരിക്കലും പാപത്തെ അതിജീവിക്കത്തക്ക രീതിയിൽ ഒരു ശക്തി കൊടുത്തില്ല. റോമാലേഖനം 7:7 ന്യായപ്രമാണം എന്ത് ചെയ്തു എന്നുള്ളതാണ്. റോമാലേഖനം 7:7 ആകയാൽ നാം എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. റോമാലേഖനം 3:20 അവസാന ഭാഗം: ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോൾ 7 അടി ഉയരമുള്ള ഒരു അളവുകോൽ ഇവിടെ ഉണ്ട് എന്ന് കരുതുക. ഈ 7 അടി ഉയരമുള്ള അളവുകോൽ കൊണ്ട് നമ്മളെ എല്ലാവരെയും അളക്കുകയാണ് നമ്മുടെ ഉയരം. ചിലർക്ക് 5.25 അടി, ചിലർക്ക് 5.5 അടി, ചിലർക്ക് ഒരുപക്ഷെ 6 അടി. ആർക്കും 7 അടി ഇല്ല. എല്ലാവരും 7 അടിയിൽ താഴെയാണ് എന്നുള്ള കാര്യം ഈ 7 അടിയുടെ അളവുകോൽ നമുക്ക് വ്യക്തമാക്കി തരും. നിങ്ങളെല്ലാവരും 7 അടിയിൽ കുറഞ്ഞവരാണ് എന്നുള്ള കാര്യം ആര് വെളിപ്പെടുത്തി തരും? ഈ 7 അടിയുടെ കോൽ വെളിപ്പെടുത്തി തരും. അല്ലാതെ ആ 7 അടിയുടെ കോലിന് ഒരിക്കലും നമ്മെ 7 അടി ഉള്ളവരാക്കുവാനുള്ള ശേഷിയില്ല. ഇതാണ് ന്യായപ്രമാണം ചെയ്തത്. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ മാനദണ്ഡത്തിന് ഒത്തവണ്ണം ഉയരുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല.
ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അതിവിശുദ്ധ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വളരെ ബഹുദൂരം പിന്നിലാണ്. തദ്ഫലമായി നിങ്ങൾക്ക് ശിക്ഷാവിധിയുണ്ട്. ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിൽ ന്യായപ്രമാണം വിജയിച്ചിട്ടുണ്ട്. ന്യായപ്രമാണം അതിവിശുദ്ധമാണ്. പക്ഷേ മനുഷ്യ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തമാണ് ന്യായപ്രമാണത്തിന് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം നിറവേറുവാൻ പറ്റാതിരുന്നത്. എന്തുകൊണ്ടാണ് ന്യായപ്രമാണം സക്സസ്സായി മാറാതിരുന്നത്? ശക്തമായ കപ്പൽ കാറ്റും തിരമാലയും ആഞ്ഞടിക്കുന്നുണ്ട്. കപ്പലിൽ ഒരു നങ്കൂരമുണ്ട്. ആ നങ്കൂരം പാറപ്പുറത്ത് ഉറപ്പിക്കുകയാണ് എങ്കിൽ എത്ര കാറ്റടിച്ചാലും കപ്പൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ലെവലേശിളകുകയില്ല. എന്നാൽ ആ കപ്പലിൻ്റെ നങ്കൂരം വഴുവഴുത്ത വളരെ സോഫ്റ്റായ ചെളിയിലാണ് താഴ്ത്തി വെച്ചത് എങ്കിൽ ഒരിക്കലും കപ്പൽ ഉറച്ചു നിൽക്കുകയില്ല. ഇതാണ് ന്യായപ്രമാണത്തിന് പറ്റിയത്. ന്യായപ്രമാണം എന്നുള്ളത് ശക്തമായൊരു കപ്പലാണ്. പക്ഷേ അതെവിടെയാണ് ഉറപ്പിക്കാൻ പരിശ്രമിച്ചത്? വഴുവഴുപ്പുള്ള ഈ ചെളിയിൽ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, വളരെ വിദഗ്ധനായ ഒരു ശില്പിയുണ്ട്. ഏത് മരവും അദ്ദേഹം മനോഹരമായ ഒരു ശില്പമാക്കും. എന്നാൽ അദ്ദേഹത്തിന് കുറച്ച് മരത്തിൻ്റെ അറക്കപ്പൊടിയാണ് കൊടുത്തത്. മരത്തിൻ്റെ അറക്കപ്പൊടി കൊടുത്തിട്ട് പറഞ്ഞു, മനോഹരമായ ഒരു വിഗ്രഹം, ഒരു ശില്പം ഉണ്ടാക്കണം. പക്ഷെ എത്ര ശ്രമിച്ചാലും മരത്തിൻ്റെ പൊടിയിൽ നിന്ന് ഒരു ഉറപ്പുള്ള വിഗ്രഹത്തെ ഉണ്ടാക്കാൻ പറ്റില്ല, പ്രതിമ ഉണ്ടാക്കാൻ പറ്റില്ല. മരത്തടി കൊടുത്താൽ പറ്റും. ഇതുപോലെ നമ്മുടെ ശരീരം എന്നുള്ളത് ഈ മരത്തിൻ്റെ അറക്കപ്പൊടിക്ക് തുല്യമാണ്. ഇതുകൊണ്ട് മനോഹരമായൊരു ശില്പത്തെ ഉണ്ടാക്കാൻ പറ്റില്ല, ശില്പി എത്ര വിദഗ്ധനായാലും. അങ്ങനെ ഈ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണം ആർക്കും തികവായി പാലിക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണം വാസ്തവത്തിൽ ഒരു കണ്ണാടിയാണ്. ഓരോരുത്തരുടെയും പാപത്തിൻ്റെ അഴുക്കിൻ്റെ ഭീകരത ന്യായപ്രമാണം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ന്യായപ്രമാണം ഒരു കണ്ണാടി, അത് വെളിപ്പെടുത്തുകയാണ് ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ഭീകരത. റോമാലേഖനം 8:3 ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അയച്ചത്. ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയത് എന്താണ്? മനുഷ്യനെ നീതീകരിക്കുവാൻ ന്യായപ്രമാണത്തിന് സാധിച്ചില്ല. മനുഷ്യനെ കുറ്റവിമുക്തനാക്കുവാൻ, ശിക്ഷാവിധിയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. മാത്രമോ പാപത്തെ കീഴടക്കി ഒരു വിശുദ്ധ ജീവിതം നയിക്കത്തക്ക രീതിയിൽ മനുഷ്യ ശരീരത്തിൽ വ്യത്യാസം വരുത്തുവാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അയച്ചു. ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കുവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് പ്രധാന മാലാഖയെ അല്ല, മിഖായേലിനെ അല്ല, ഗബ്രിയേലിനെയുമല്ല, തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. കാരണം ന്യായപ്രമാണം അതിശ്രേഷ്ഠമാണ്. അതിശ്രേഷ്ഠമായ ന്യായപ്രമാണത്തിന് സാധിക്കാത്തത് സാധിപ്പിക്കണമെങ്കിൽ അതിശ്രേഷ്ഠമായ ഒന്ന് വേണം. യേശുക്രിസ്തുവിനേക്കാൾ അല്പം താണ, യേശുക്രിസ്തുവിനേക്കാൾ മഹത്വത്തിൽ കുറഞ്ഞ, യേശുക്രിസ്തുവിനേക്കാൾ വിശുദ്ധിയിൽ അല്പം കുറഞ്ഞ ഒന്നിനെ കൊണ്ടും ന്യായപ്രമാണത്തിന് സാധിക്കാത്തതിനെ സാധിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ തന്നെ അയച്ചത്. അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ വില തന്നെ കൊടുക്കണം. ഏറ്റവും വലിയ വില തന്നെ ദൈവത്തിന് കൊടുത്താലേ മനുഷ്യനെ ഈ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ സാധിക്കൂ. ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് അതിശ്രേഷ്ഠമായ ന്യായപ്രമാണം കൊടുത്തു. കൽപ്പലകകളിൽ ആ കൽപ്പനകൾ ദൈവം എഴുതി കൊടുത്തു സീനായ് മലയിൽ വെച്ച്. ആ കൽപ്പനകൾ കൊടുക്കുമ്പോൾ ദൈവത്തിന് ഹൃദയത്തിൽ വേദന ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയപ്പോൾ
മനുഷ്യവർഗത്തിൻ്റെ പാപ മോചനത്തിന് വേണ്ടി ഒരു പാപപരിഹാര യാഗമാക്കുവാനായി യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ പറഞ്ഞയച്ചപ്പോൾ പിതാവിന് വേദന ഉണ്ടായി. ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തപ്പോൾ ഒരു വേദനയുമില്ല. പക്ഷേ പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ വേദന ഉണ്ടായിരുന്നു. കാരണം പുത്രനെ മരിക്കുവാനാണ് അയക്കുന്നത്. പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ അയച്ചത് അതിക്രമങ്ങളും പാപങ്ങളും ശാപവും ദുരിതവും സംഘർഷങ്ങളും കണ്ണീരും നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് അയച്ചത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ഒരു സുഖവാസ സ്ഥലത്ത് പോയി സുഖജീവിതം നയിക്കുക ആ ഉദ്ദേശത്തോടു കൂടിയല്ല. എന്തിനു വേണ്ടിയാണ്? പാപികളും ദോഷികളുമായ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ തൻ്റെ ശരീരത്തെ യാഗമാക്കണം. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു വന്നത്. ഒരു മിഷൻ പിതാവ് പുത്രന് കൊടുത്തിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ദൗത്യം. ഒരു ശരീരം ദൈവം ഒരുക്കി. ഹനനയാഗത്തിൽ പ്രസാദിച്ചില്ല. ഒത്തിരി യാഗങ്ങളുണ്ടായിരുന്നു, പ്രസാദിച്ചില്ല. ഇനി ആരുടെ യാഗത്തിലാണ് പ്രസാദിക്കുക? പുത്രൻ്റെ. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപജഡത്തിലല്ല അയച്ചത്, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. നമുക്കെല്ലാവർക്കും ഒരു ജഡമുണ്ട്. ഇത് പാപജഡമാണ്. മനുഷ്യ ശരീരത്തിന് പാപം ചെയ്യാനുള്ള വാസന ഉള്ളതുകൊണ്ട് മനുഷ്യ ശരീരത്തെ വിളിച്ചിരിക്കുന്നത് പാപജഡം എന്നാണ്. പക്ഷേ യേശു കാണുമ്പോൾ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ച വ്യക്തിയാണ് എങ്കിലും താൻ സ്വീകരിച്ച ശരീരത്തിന് പാപമില്ല, അവനിൽ പാപം ഇല്ല. യേശുവിൻ്റെ ശരീരത്തിൽ പാപത്തിൻ്റെ ചെറിയൊരു അംശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുവിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു നിർമ്മലനാണ്, നിർദോഷനാണ്, പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു ശരീരം. യേശുക്രിസ്തുവിന് സഹോദരന്മാരുണ്ട്, യേശുക്രിസ്തുവിൻ്റെ താഴെ അനുജത്തിമാരുണ്ടായിരുന്നു, യേശുക്രിസ്തുവിന് വളർത്തു പിതാവുണ്ട്, യേശുക്രിസ്തുവിനൊരു അമ്മയുണ്ട്. ഇവർക്കൊക്കെയുള്ള ശരീരം പാപജഡമാണ്. യേശുക്രിസ്തു അന്ന് സിനഗോഗിൽ പോയിരുന്നു. അന്ന് സമകാലീന യഹൂദന്മാരുണ്ടായിരുന്നു, അവർക്കൊരു ശരീരം ഉണ്ടായിരുന്നു. അതൊക്കെ പാപജഡമാണ്. എന്നാൽ യേശുക്രിസ്തുവിന് മാത്രമാണ് പാപജഡം ഇല്ലാതിരുന്നത്. കാണുമ്പോൾ പാപജഡത്തിൻ്റെ സാദൃശ്യം, പക്ഷേ പാപജഡമല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് പാപജഡത്തിന് സാദൃശ്യമല്ല, പിന്നെയോ ഒറിജിനൽ പാപജഡം. അപ്പോൾ യേശുവിനെ എങ്ങനെ പറഞ്ഞയച്ചു? പാപജഡത്തിൻ്റെ സാദൃശ്യം. ഒരു ശരീരത്തിൽ തന്നെ വരണം യേശു. സകലത്തിലും നമുക്ക് യേശു തുല്യനാകണം. മനുഷ്യനെ പോലെയുള്ള ഒരു ശരീരം യേശു സ്വീകരിച്ചേ പറ്റൂ. എന്തുകൊണ്ട് യേശു ക്രിസ്തു ഒരു മനുഷ്യ ശരീരം തന്നെ എടുക്കണം? എന്തുകൊണ്ട് യേശുവിന് ഒരു ദൂതൻ്റെ ശരീരം എടുത്തുകൂടാ? ദൂതൻ്റെ ശരീരം എടുത്താൽ ദൂതന് ഒരിക്കലും വേദന വരികയില്ല. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നാണ്. ആരുടെ ജഡത്തിൽ? യേശുവിൻ്റെ ജഡത്തിൽ. അപ്പോൾ യേശു ജഡം സ്വീകരിക്കണം. നമ്മുടെ ശരീരം കൊണ്ടാണ് നാം പാപം ചെയ്തത്. നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, സംസാരം കൊണ്ട്, രഹസ്യവും പരസ്യവുമായി പാപം ചെയ്യുവാൻ നമ്മുടെ ശരീരമാണ് നാം ഉപയോഗിച്ചത്. അതുകൊണ്ട് നമ്മുടെ ശരീരമാണ്, അഥവാ ജഡമാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. പക്ഷേ നമ്മുടെ ജഡത്തിന് പകരം നാം ചെയ്ത പാപങ്ങൾക്ക് പാപം ഒന്നും ചെയ്യാത്ത യേശുവിൻ്റെ ജഡത്തിലാണ് ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചത്. ജഡം കൊണ്ട് ചെയ്തത് ജഡം തന്നെ കൊടുത്തു വീട്ടണം. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്തത് മനുഷ്യ ശരീരം തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ജഡത്തിലാണ് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത്. എബ്രായർ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി.
എബ്രായ ലേഖനം 2:17. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന സഹോദരന്മാർ നമ്മളെല്ലാവരുമാണ്, മനുഷ്യകുലമാണ്. അവരോട് താതാത്മ്യപ്പെടുവാൻ മനുഷ്യ ശരീരം തന്നെ എടുത്തേ പറ്റൂ. യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. എബ്രായ ലേഖനം 10:5-7 ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഇത് യേശുവിൻ്റെ ശരീരമാണ്. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. സകലത്തിലും സഹോദരന്മാർക്ക് താതാത്മ്യം പ്രാപിക്കണം. അതുകൊണ്ട് നമുക്ക് തുല്യമായൊരു ശരീരം യേശു എടുത്തു. പക്ഷേ ആ ശരീരം കൊണ്ട് യേശു ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തുവിന് വിശന്നിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് ദാഹം വന്നിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് ക്ഷീണം വന്നിട്ടുണ്ട്, യേശു ക്രിസ്തു ഉറങ്ങിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിന് വേദനിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ ശരീരമാണ് യേശു സ്വീകരിച്ചത്. ആ വിശുദ്ധ ശരീരത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പാപത്തിൻ്റെ ശിക്ഷ സ്വീകരിച്ചത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. ഈ ഭൂമിയിൽ പാപം ഇല്ലായിരുന്നു എന്ന് കരുതുക. യേശു ക്രിസ്തു ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പിതാവിൻ്റെ മടിയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ പാപം തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പാപമെന്ന അതിപ്രധാന വിഷയത്തിന് പരിഹാരം തരുവാൻ സ്വർലോകങ്ങളിൽ വസിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണ് യേശു ക്രിസ്തുവിനെ സ്വർഗത്തിൽ നിന്ന് ഈ ദുരിതം നിറഞ്ഞ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ക്രിസ്തുവിനെ ജനങ്ങൾ പരിഹസിച്ചു, ക്രിസ്തുവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു, നിന്ദകൾ, അപമാനങ്ങൾ, ക്രൂശിലെ വേദനകളൊക്കെ സഹിച്ചു. ഇത് സഹിക്കുവാൻ എന്താണ് കാരണമായത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ്. പാപത്തിൻ്റെ ശിക്ഷാവിധിയായ നരകമാണ് നമ്മെ ഓരോരുത്തരെയും കാത്തു നിന്നിരുന്നത്. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഇതാ യേശു ക്രിസ്തു നമ്മെപ്പോലെ ഒരു മനുഷ്യനായി. എന്നിട്ട് തൻ്റെ ശരീരത്തിൽ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്ത എല്ലാ തെറ്റിൻ്റെയും ശിക്ഷ സ്വയമായി സ്വീകരിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് ശിക്ഷാവിധി മാറിയത്. നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ ക്ഷമിച്ചു, സാരമില്ല, പോട്ടെ, അങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കുകയില്ല. സർവശക്തനായ ദൈവം നമ്മെ കുറ്റവിമുക്തരാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്ന് 8:1 നമ്മൾ വായിച്ചു. നാം അങ്ങനെ ശിക്ഷാവിധി ഇല്ലാതെ കുറ്റവിമുക്തരാകണമെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയൊരു യാഗം നടക്കണം. യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല, അത് നാം ഇപ്പോൾ അനുഭവിക്കുകയാണ്. പക്ഷേ നാം ഈ രീതിയിൽ കുറ്റവിമുക്തരാകുവാൻ ഒരു വലിയ വില ദൈവത്തിൻ്റെ പുത്രൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉപഭോക്താക്കളാണ് നാം ഓരോരുത്തരും. അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശനം കിട്ടുകയില്ല. നമുക്ക് സ്വതവേ ലഭിച്ചിരിക്കുന്ന ശരീരം ദൈവത്തിൻ്റെ പ്രമാണത്തോട് മത്സരിച്ച് നിൽക്കുന്നത് കൊണ്ട് നാം സ്വാഭാവികമായും നരകത്തിന് വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ക്രിസ്തു തൻ്റെ പരിശുദ്ധ ശരീരത്തിൽ നമ്മുടെ ജഡം കൊണ്ട് ചെയ്ത സകല തെറ്റുകളും ഏറ്റെടുത്തതുകൊണ്ട് നാം ഇന്ന് കുറ്റവിമുക്തരായി. പാപത്തിനധീനതയിൽ നിന്നീ അടിയാരെ നീ വിടുവിച്ചു, അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാൽ
ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ആരുടെ ജഡത്തിലാണ് ശിക്ഷ വിധിച്ചത്? പാപത്തിൻ്റെ ശിക്ഷ വിധിച്ചത് യേശുവിൻ്റെ ജഡത്തിലാണ്. ആരുടെ പാപമാണ് യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപമാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ വിധിക്കപ്പെട്ടത്. പിതാവായ ദൈവം പാപത്തെ വിമർശിക്കുകയല്ല ചെയ്തത്. പിതാവായ ദൈവം നാം ചെയ്ത പാപങ്ങളെ ശകാരിക്കുകയല്ല ചെയ്തത്, ശിക്ഷിക്കുകയാണ് ചെയ്തത്. അത് ആരുടെ ശരീരത്തിൽ വെച്ചാണ് ശിക്ഷിച്ചത്? യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ. പാപം എന്താണെന്നറിയാത്ത നിർമ്മലനും നിർദോഷനുമായ പരിശുദ്ധനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ് അശുദ്ധരായ നാം ചെയ്ത പാപങ്ങളെ ദൈവം ശിക്ഷിച്ചത്. ഇതിൻ്റെ ആഴം വളരെ വലുതാണ്. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാടാണ് യേശു. ഇസ്രായേലിൻ്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാടല്ല. ഇസ്രായേലിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദിവ്യചെമ്മരിയാടല്ല യേശു. പിന്നെ ആരാണ്? ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാടാണ്. ആ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പ്രതി അനുഭവിച്ച ആ വേദന, ആ യാതന, അതോർത്താൽ നാം ഒരിക്കലും ഇനി പാപത്തിൻ്റെ സേവകരാകാൻ പോവുകയില്ല. ക്രിസ്തു നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം, പാപത്തിൻ്റെ പ്രമാണത്തിലും മരണത്തിൻ്റെ പ്രമാണത്തിലും ബന്ധിതരായി നിത്യശിക്ഷാവിധിക്ക് കുതിച്ചുകൊണ്ടിരുന്ന നമ്മെ കുറ്റവിമുക്തരാക്കുവാൻ പരിശുദ്ധനായ യേശുവിൻ്റെ ശരീരം നിറയെ മുറിവുകളാണ്. കൈകളിൽ ആണിയടിക്കപ്പെട്ടിരിക്കുന്നു, തലയിൽ മുൾമുടി, രക്തം ധാരയായി ചിന്തുന്നു. എന്തിനു വേണ്ടി? പാപിയായ ഈ ഞാൻ, പാപികളായ നിങ്ങൾ നിത്യനരകത്തിൽ ദണ്ഡനം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞവർ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ ശരീരത്തിൽ പിതാവായ ദൈവം ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് വീണ്ടും പാപത്തിന് നമ്മുടെ ജഡത്തിൽ പിതാവായ ദൈവം നമ്മെ ശിക്ഷിക്കുകയില്ല. ഒരു തെറ്റിന് ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചാൽ മതി. ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ആരുടെ പാപങ്ങൾ നിമിത്തമാണ്? ക്രിസ്തു ആരുടെ പാപങ്ങളാണ് വഹിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പാപങ്ങളാണ്. ഈ സത്യം ഒരിക്കലും മറക്കാൻ പാടില്ല. ക്രിസ്തു അനുഭവിച്ച ഓരോ വേദനയും ഓരോ ആണിയടിയും നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അവിടുന്ന് അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു കടപ്പാടും സ്നേഹവും യേശു ക്രിസ്തുവിനോടുണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ചുമന്ന് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ബൈബിളിൻ്റെ കേന്ദ്ര വിഷയമാണ്. ചില വാക്യങ്ങൾ വായിക്കുന്നു. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന്. പിതാവായ ദൈവത്തിന് നീതിമാന്മാരെ മാത്രമേ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു നീതിമാനാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പ്രയോജനം എന്താണ്? പിതാവായ ദൈവം നമ്മെ അംഗീകരിച്ചു. ക്രിസ്തു തൻ്റെ നീതി വസ്ത്രം നമ്മുടെ മേൽ ധരിപ്പിക്കുകയും ചെയ്തു. നമുക്ക് സദാസമയവും ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. കാരണം നാം പിതാവിൻ്റെ മുമ്പാകെ കുറ്റക്കാർ അല്ല. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ യേശു ക്രിസ്തു അനുഭവിച്ചതുകൊണ്ട് കുറ്റവിമുക്തരായി നാം നീതീകരിക്കപ്പെട്ടു. പ്രവൃത്തികൾ കൂടാതെ ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച രക്ഷാകര പദ്ധതി വഴി നീതീകരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. റോമാലേഖനം 4:24. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന 1 കൊരിന്ത്യർ 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. ഗലാത്യ 1:3. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്
നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ 1 പത്രോസ് 2:24 പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഏഷ്യ 53:5-6 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പിതാവായ ദൈവം ഇപ്പോൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രം മുഴുവൻ യേശു ക്രിസ്തു കുടിച്ചു തീർത്തു. അങ്ങനെ പാപികളും ദോഷികളുമായ നാം ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യന്മാരായി മാറി. ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യരിൽ പാപം ചെയ്യാത്ത ഒറ്റ മനുഷ്യനേ ഉള്ളൂ, യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ ഭൂമിയിൽ യാതൊരു വേദനയും യാതൊരു ബുദ്ധിമുട്ടും അർഹിക്കാത്ത ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ യേശു മാത്രമാണ്. എല്ലാ മനുഷ്യരും വേദനയും ബുദ്ധിമുട്ടും അർഹിക്കുന്നുണ്ട്, കാരണം അവർ പാപികളാണ്. എന്നാൽ യേശു ക്രിസ്തു ഒരിക്കലും ഒരു ചെറിയ വേദനയ്ക്ക് പോലും യോഗ്യനല്ല, കാരണം ഒരു ചെറിയ പാപം പോലും യേശുവിൽ ഇല്ല. എന്നാൽ പരിശുദ്ധനായ യേശു ക്രിസ്തു യാതൊരു വേദനയ്ക്കും ബുദ്ധിമുട്ടിനും അർഹനല്ല എങ്കിലും നമുക്ക് വേണ്ടി ഏറ്റവും വലിയ വേദനയും ഏറ്റവും വലിയ ബുദ്ധിമുട്ടും തിരസ്കരണവും അനുഭവിച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? വാസ്തവത്തിൽ നരകത്തിൽ കിടന്ന് നാം ഓരോരുത്തരും നിത്യതയോളം നിലവിളിക്കേണ്ട നിലവിളിയാണത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? എന്നാൽ ഇപ്പോൾ നമുക്കങ്ങനെ നിലവിളിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നേരെ ചൊരിയേണ്ട ദൈവക്രോധത്തിൻ്റെ പാനപാത്രം മുഴുവൻ യേശു ക്രിസ്തു കുടിച്ചു തീർത്തു. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8:1-3 വരെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ 3 വാക്യങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അതിപ്രധാനമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1-ാം വാക്യത്തിൽ പറയുന്നത് നമുക്കിനി ശിക്ഷാവധിയില്ല. അതിൻ്റെ അർത്ഥം നാം നീതീകരിക്കപ്പെട്ടു, നാം കുറ്റവിമുക്തരായി. 2-ാം വാക്യത്തിൽ പറയുന്നത് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ തക്ക രീതിയിൽ ദൈവം നമ്മെ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറച്ചു എന്നാണ്. 2-ാം വാക്യം ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. ജീവൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇനി പാപത്തിൻ്റെ അടിമയായി ആരും ജീവിക്കേണ്ട കാര്യം ഇല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. ദൈവം നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, ദൈവം നമ്മളെ നീതീകരിച്ചു. എന്നാൽ കേവലം നീ നീതീകരിക്കപ്പെട്ടു, ആ ലേബൽ മാത്രം വഹിച്ചു നടക്കുന്നവരല്ല നാം. പിന്നെയോ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണത്താൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് ദൈവപൈതൽ. അതായത് നമുക്ക് നീതീകരണവും ദൈവം തന്നിരിക്കുന്നു, വിശുദ്ധീകരണവും തന്നിരിക്കുന്നു. 3-ാം വാക്യം ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കുവാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഇനി ദൈവം ചെയ്ത കാര്യം, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്ത കാര്യത്തെ ദൈവം തന്നെ സാധിപ്പിച്ചു. അതിനുവേണ്ടി ദൈവം ഒരു വലിയ വില നൽകി. തൻ്റെ സ്വന്തം പുത്രനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു.